എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി മാഗി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചീസി മാഗിയാണ്. മാഗി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ തയ്യാറാക്കാറുണ്ട് അല്ലേ? ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത നമ്മൾ ഇതിലേക്ക് ബട്ടറും ചീസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല റിച്ച് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാഗി റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ചീസി മാഗി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് അല്പം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ വെളിച്ചെണ്ണയൊന്നും ആഡ് ചെയ്ത് കൊടുക്കല്ലോ കേട്ടോ. മറ്റേതെങ്കിലും ഓയിൽ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച സവാളയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു വലിയ സവാളയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഇനി ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായിട്ട് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് അങ്ങ് വഴന്നു പോകണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട മറ്റൊരു ഇൻഗ്രീഡിയന്റ് ചെറിയൊരു തക്കാളിയാണ്. ഇനി വലിയ തക്കാളിയാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അര തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഇതിലേക്ക് ടൊമാറ്റോ സോസും അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് തക്കാളിയുടെ ആവശ്യമേ ഉള്ളൂ. ഞാനിവിടെ സവാളയും തക്കാളിയും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ പച്ചക്കറികളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചക്കറികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്ത ഈ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ നമ്മുടെ മാഗിയുടെ ഒപ്പം കിട്ടുന്ന ആ ഒരു പാക്കറ്റിൽ വരുന്ന മസാലപ്പൊടി ഉണ്ടല്ലോ, ആ ഒരു മസാലയാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ മസാലപ്പൊടി നല്ല രീതിക്ക് മിക്സ് ആവുന്ന രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സോസ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും 1/4 ടീസ്പൂൺ അളവിൽ മാത്രം സോയാ സോസും ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് അളവിൽ വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സമയം നമുക്ക് ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ആഡ് ചെയ്ത മാഗിയുടെ മസാലയിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പൊ നോക്കിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ആഡ് ചെയ്ത വെള്ളം നല്ല രീതിക്ക് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു പാക്കറ്റ് മാഗിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അതിൽ കൂടുതൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഡബിൾ ചെയ്ത് എടുത്താൽ മതി. അപ്പൊ ഞാൻ ഇവിടെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മുടെ നൂഡിൽസ് ഒക്കെ ഒന്ന് ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചെറിയൊരു ക്യൂബ് ബട്ടറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതോടൊപ്പം ഞാൻ ഒരു സ്ലൈസ് ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഒരു കവർ മാഗിക്ക് ഒരു സ്ലൈസ് ചീസ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ചീസിന്റെ അളവ് കൂടുതലായി പോയാൽ നമ്മുടെ മാഗിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഒരു സ്ലൈസ് ചീസിൽ കൂടുതൽ ആഡ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ചീസ് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ചീസി മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മാഗിയുടെ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ ഹോസ്റ്റലൊക്കെ താമസിക്കുന്നവർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി മാഗിയുടെ റെസിപ്പിയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും മാഗി ഒരേപോലെ തന്നെ ആക്കി കഴിക്കാതെ ഇതേപോലെയൊക്കെ വെറൈറ്റി റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ മാഗി നമുക്ക് ഒരുപാട് രീതിയിൽ കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഇതേപോലെ ചീസൊക്കെ ചേർത്ത് മാഗി ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.